കൂർത്തിരിക്കുന്ന പല്ല് അഥവാ ഷാർപ്പ് ടീത്ത് കാരണങ്ങൾ. ഒത്തിരി കേടായ പല്ലുകൾ കുറെ നാളിന് ശേഷം പെട്ടെന്ന് നമ്മളൊരു കട്ടിയുള്ള ആഹാരം എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോവും. അങ്ങനെ അതിന്റെ സൈഡ്സ് എല്ലാം ഷാർപ്പ് ആയിരിക്കും. ഇത് നമ്മുടെ കവിളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാക്കുമായിട്ട് കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഒരയുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. അത് എത്രയും വേഗം നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ അടുക്ക പോയി അതിനെ സ്മൂത്തൻ ചെയ്യേണ്ടതാണ്. ഗ്രൈൻഡിങ്, നൈറ്റ് ഗ്രൈൻഡിങ്, നമ്മൾ രാത്രിയിൽ നമ്മൾ അറിയത്തില്ല, നമ്മൾ ഉറങ്ങി കിടക്കി കഴിയുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ പല്ല് തമ്മിൽ ഗ്രൈൻഡിങ് നടക്കാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ സെന്റർ പോർഷൻ ഇങ്ങനെ സോസർ ഷേപ്ഡ് പോലെ ആകും. അതിന്റെ സൈഡ്സ് ഭയങ്കര ഷാർപ്പ് ആയിരിക്കും. ഇങ്ങനെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചീക്കുമായിട്ട് അല്ലെങ്കിൽ ടങ്ങുമായിട്ട് കോൺസ്റ്റന്റ്ലി ഇത് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഇടവരാറുണ്ട്. മൂന്നാമതായിട്ട് പലരും ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹാർഡ് ബ്രഷസ് ഉപയോഗിക്കാറുണ്ട്. സോ ഹാർഡ് ബ്രഷസ് ഒത്തിരി പ്രഷർ ഉപയോഗിക്കുമ്പോൾ ഈ സെന്റർ പോർഷൻ വീണ്ടും അങ്ങ് സോസർ ഷേപ്ഡ് ആകും, സൈഡ്സ് ഷാർപ്ഡ് ആകും. അങ്ങനെയും വീണ്ടും ഇതുപോലെ മുറിയാറുണ്ട്. ആദ്യം ഇങ്ങനെ ഒരയുമ്പം ചെറിയൊരു അൾസർ ആയിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. നമ്മൾ പലപ്പോഴും ആ അൾസർ അല്ലേ അത് മാറിക്കോളൂ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യുമ്പോൾ ഇത് ഉണങ്ങാതെ വരുമ്പോൾ ഇത് ക്യാൻസറും അങ്ങനത്തെ പല ഡിഫിക്കൽട്ട് ഡിസീസസ് ആയിട്ട് പല സമയം ഞങ്ങളിത് കാണാറുണ്ട് ഇങ്ങനെ മാറി വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ കാണുന്നത് പ്രായമുള്ള ആൾക്കാർ, അവര് ഇത് അറിയാതെ പോകും. പല സമയങ്ങളിലും ചെറിയ വേദനയൊക്കെ അവരെ ഇഗ്നോർ ചെയ്യും, വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ വരാതിരിക്കും. ഇങ്ങനത്തെ അൾസേഴ്സ് നോൺ ഹീലിംഗ് അൾസേഴ്സ് ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങളത് എത്രയും വേഗം അതൊരു ഡെന്റിസ്റ്റിൻ്റെ അടുക്ക പോയി സ്മൂത്തൻ ചെയ്യേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.